ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ബീഫ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 കിലോ ബീഫ് എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളായി വെന്ത് അതിൻ്റെ വെള്ളം മാറ്റിയതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് കുറച്ച് നാരങ്ങാ നീരൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ ബീഫ് വേവിച്ചപ്പോൾ എല്ലില്ലാതാണ് വേവിച്ചത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, ഉപ്പ്, മഞ്ഞൾ ഇത്രയും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ബീഫ് ഒരുപാടങ്ങ് വേകണ്ട, ഒരു 2 വിസിലൊക്കെ അടിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്റ്റോക്ക് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അച്ചാറിന് നമ്മൾ ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മൾ മാറ്റി വെച്ച് അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണയിൽ വേണേലും ചെയ്യാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ അച്ചാർ അധികം നാൾ ഇരിക്കത്തില്ല. സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാല പുരട്ടി വെച്ചേക്കുന്ന ബീഫ് കുറേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആവണ്ട, ഒരു പകുതി പരുവത്തിന് ഫ്രൈ ആയാൽ മതി കേട്ടോ. നമ്മൾ ഒരുപാടങ്ങ് മൂത്ത് കഴിഞ്ഞ് ബീഫ് എടുത്ത് അച്ചാറിടുമ്പോൾ അത് അച്ചാറിൻ്റെ അകത്ത് വിനാഗിരിയൊക്കെ ഒഴിച്ചാണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഈ ബീഫ് അങ്ങ് ഭയങ്കര മുറുക്കമുള്ള കട്ടിയാവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പകുതി ഫ്രൈ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എല്ലാ ബീഫും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ഈ എണ്ണയിൽ തന്നെ ഒരു തേങ്ങയാണ്, ഞാൻ ഉണങ്ങിയ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളത് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിച്ചാണെങ്കിൽ അത് നല്ലതുപോലെ കഴുകി വേണം എടുക്കാൻ. കറിവേപ്പിലയും കൂടി ഇട്ട് രണ്ടും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അച്ചാറിന് ആരും അങ്ങനെ അധികം ചേർക്കാത്തൊരു സംഭവമാണ് കൊച്ചുള്ളി നമ്മൾ അച്ചാറിനൊന്നും അധികം ചേർക്കാറില്ല. പക്ഷേ ഞാൻ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കിലോ കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെയാണല്ലോ ചേർക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് അച്ചാറിന്. ഉള്ളി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് നമ്മുടെ അച്ചാറിനകത്ത് കിടന്നാലും അങ്ങനെ ചീത്തയാകത്തില്ല, കേടാകത്തില്ല അച്ചാറൊന്നും കേട്ടോ. 2-3 മാസം വരെയൊക്കെ അച്ചാർ ഉറപ്പായിട്ട് ഇരിക്കും. ഇപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ആ ബീഫിനകത്തോട്ട് തന്നെ കോരിയിടാം. ഇനി ഈ എണ്ണയിൽ തന്നെ നമ്മൾ വറുക്കാനെടുത്ത എണ്ണ തന്നെ മസാലയൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ആവശ്യാനുസരണം ചേർക്കാം. അച്ചാറിനൊക്കെ നല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് അളവൊന്നുമില്ല. നമുക്ക് ഇഷ്ടം ഒരുപാട് വേണമെങ്കിൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ കൂടുതൽ ചേർക്കുന്നതാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് അച്ചാറിന്. അപ്പം ഞാനതൊരു അളവ് പറഞ്ഞാൽ 1 കപ്പോളം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 20 പച്ചമുളക് എരിവുള്ളതായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരണം നല്ലതുപോലെ. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ തന്നെ നമുക്ക് വേറെ എണ്ണയുടെ ആവശ്യമില്ല. ഈ എണ്ണയെ കടന്ന് തന്നെ ഇതെല്ലാം ഒന്ന് വഴന്ന് വരണം. നല്ല മണമൊക്കെ ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ച് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ഇടണം.
ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി നമ്മൾ നേരത്തെ മുളക് പൊടി പുരട്ടി വെച്ചിട്ടാണല്ലോ അതെല്ലാം വറുത്തത്. എരിവുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവുണ്ട്. ഇനി എരിവ് കുറച്ച് മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് ചേർത്താലും മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്. കാരണം 2 കിലോ ബീഫുണ്ട്. അച്ചാറിന് കുറച്ച് എരിവ് വേണമല്ലോ. കുരുമുളക് പൊടി കുറച്ച്, നമ്മൾ കുരുമുളക് പൊടി ഇട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചത്. എന്നാലും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ആ എണ്ണയിൽ കിടന്ന് ആ പച്ച പൊടിയുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ച് വയ്ക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടായിരിക്കണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നു മസാല മൂത്തതിൻ്റെ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ബീഫ് വെന്തപ്പം മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റോക്ക് അത് അരിച്ച് എടുത്തതാണ്, അതൊഴിച്ച് കൊടുക്കുക. അവസാനം വന്ന കുരുമുളക് പൊടിയുടെയൊക്കെ ആ ഒരു കറുപ്പ് നിറം കേട്ടോ, അതുകൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഇനി നമ്മൾ അത് തിളച്ച് വന്ന് കഴിയുമ്പം ഒരു 1/4 കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയാണിത്. കറക്റ്റ് 1/4 കപ്പല്ല, ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് വിനാഗിരി. നമ്മൾ വേറെ പുളിയോടെ ഒന്നും ചേർക്കുന്നില്ല. വിനാഗിരിയാണ് അച്ചാറിന് മെയിനായിട്ട് വേണ്ടത്. കുറച്ച് കായപ്പൊടിയും കൂടെ, അത് ഓപ്ഷനിലാണ്. കായത്തിൻ്റെ പൊടി ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ കൂടെ നമ്മൾ ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 കിലോ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് 1 കിലോ ഉള്ളെങ്കിൽ ഇതിൻ്റെ പകുതി ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചതിനകത്ത് ഉള്ളിയുണ്ട്, കൊച്ചുള്ളി 1/4 കിലോ എടുത്തിട്ടുണ്ട്. ആ കൊച്ചുള്ളിയും ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെയുണ്ട്, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ കൊച്ചുള്ളി അങ്ങനെ ഫ്രൈ ചെയ്ത് ഇടാറില്ല. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ചെയ്ത് നോക്കി, അപ്പം നല്ല ടേസ്റ്റാണ്. കൊച്ചുള്ളി തന്നെ, സവാളയല്ല, കൊച്ചുള്ളി തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഒരു ചെറിയ കൊഴുപ്പും കിട്ടും, ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് ചില്ലു കുപ്പികളിലാക്കി വെച്ചാൽ ഒരു 3 മാസം വരെയൊക്കെ കേടാകാതിരിക്കും. നമ്മൾ എടുക്കുമ്പോൾ അത് ഉണങ്ങിയ സ്പൂൺ വെച്ച് തന്നെ എടുക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നമുക്ക് ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ മീൻ കറി മറ്റുള്ള കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതൊരു 2 സ്പൂണും എടുത്ത് വെച്ചാൽ എന്തെങ്കിലും ഒരു അച്ചാറോ ഒരു ഒഴിക്കാനോ ഒക്കെ ഉണ്ട്, ഇത് തന്നെ മതിയാകും. അത്രയ്ക്ക് നല്ലൊരു അച്ചാറാണ്. പുറത്തൊക്കെ കൊടുത്ത് വിടാനും എല്ലാവർക്കും ഗൾഫിലൊക്കെ കൊടുത്ത് വിടാനായാലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ തണുത്തതിന് ശേഷം കുപ്പിയിലിട്ട് വയ്ക്കാവുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.